ഇതുവരെ ഉണ്ടായിരുന്ന ബിഗ് ബോസിൽ ചേട്ടനാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റന്റ് ചോദിച്ചാൽ ആരായിരിക്കും പറയാ? എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ അവരവരുടെ സർവൈവലുകൾ നടത്തി അവരവരുടെ അനുഭവങ്ങൾ കൂടി മികവറ്റ ആൾക്കാർ തന്നെയാണ് എല്ലാവരും. എടുത്തു പറയാനായിട്ടൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാവരും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കൂട്ടം ആൾക്കാർ പല കുടുംബത്തിൽ നിന്ന് പല സിറ്റുവേഷനിൽ നിന്ന് വരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അവരെല്ലാവരും അവിടെ വന്നിട്ട് അവരെ ഓരോ ഡേയ്സ് സർവൈവൽ ചെയ്യുകയാണ്. വെച്ച് നോക്കുമ്പോൾ ആരും മോശക്കാരല്ല. എല്ലാവരും അവരവരുടെ സ്പേസിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. വിന്നർ അടിച്ചു എന്ന് കരുതി അവൻ വിന്നർ ആവണമെന്നില്ല, കപ്പ് എടുത്തു എന്ന് കരുതി വിന്നർ ആവണമെന്നില്ലല്ലോ. അതിലൊരു 5 ദിവസമെങ്കിൽ 5 ദിവസം, 10 ദിവസമെങ്കിൽ 10 ദിവസം. നമ്മൾ നിൽക്കുന്ന രീതി എങ്ങനെയാണ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു സിഗ്നേച്ചർ ചെയ്യാൻ പറ്റുമെന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല. ഓക്കെ, ഇപ്പം ഒരുപാട് ബിഗ് ബോസ് സീസൺസ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ ലൈക്ക് ഇയാളുടെ ഗെയിം കൊള്ളാം എന്നൊക്കെ നമ്മളിപ്പം ഒരുപാട് സ്ട്രാറ്റജീസ് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇയാളുടെ ഈ ഒരു ഇത് കൊള്ളാലോ അങ്ങനെയെങ്കിലും തോന്നിയിട്ടുണ്ടാവൂലേ? വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ തോന്നിയിട്ടുള്ളത് അഖിൽ മാരാർ വളരെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. കാര്യം അദ്ദേഹത്തിന് ആ ഷോ എന്താണ് കുറിച്ച് വ്യക്തമായിട്ട് അറിയായിരുന്നു. സാബു ചേട്ടൻ, ഒരുപാട് പേര്, ഒരു പേരെടുത്ത് ഞാൻ പറയാനൊന്നുമില്ല, എല്ലാവരും എൻ്റെ അടുത്തറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് പേരെടുത്ത് എനിക്ക് പറയാൻ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമായിട്ട് വരും. കാരണം അങ്ങനെ പറയണ്ട. എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാവരും നല്ലതുപോലെ തന്നെ ഗെയിമുകൾ കളിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ഗുഡാണ്. ആരെയും ഒരാളെയും നമുക്കങ്ങനെ താഴ്ത്തി കാണണ്ട. ഇപ്പൊ ചേട്ടൻ ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ ചേട്ടൻ്റെ ഒരു ഗെയിം എങ്ങനെയായിരിക്കും? പിടുത്തം ഇല്ല ശരിക്കും പറഞ്ഞ. ഞാനത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്ക് അറിയില്ല, അതിനൊരു ഉത്തരം ഇല്ല. കാര്യം ഞാൻ അങ്ങനെ ഒരു പ്ലാൻഡ് അല്ല, ഒന്നിൻ്റെ കാര്യത്തിലും ഒരു പ്ലാൻഡ് അല്ല. കുറേ നാൾ എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഞാൻ ഈ സിനിമയിലൊക്കെ എത്തി എൻ്റെ സിനിമകളൊക്കെ പരാജയപ്പെട്ടപ്പോൾ എനിക്ക് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ടായി. ഞാൻ ഇനി അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ ഒരു പക്ഷെ അങ്ങനെ പോകും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ നിൽക്കാം, അങ്ങനെയൊക്കെയുള്ള കുറേ പ്ലാനുകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഇല്ല, വർക്കായില്ല. അങ്ങനെ പ്ലാനുകൾ വെച്ചിട്ടുള്ള ലൈഫിലോട്ട് എനിക്ക് പോകണ്ട ആണ്. കാരണം ഇതുവരെയും ഞാൻ പ്ലാൻ ചെയ്ത പോലെ അല്ല കാര്യങ്ങൾ വന്നിട്ടുള്ളത്. എല്ലാം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ്. അപ്പം നന്നായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്ലാനുകളൊന്നും ഞാൻ ഒന്നിട്ടില്ല. എനിക്ക് കിട്ടുന്നൊരു ഏരിയ നന്നായിട്ട് നിൽക്കുക, നന്നായിട്ട് പ്രവർത്തിക്കുക, അത്രേ ഉള്ളൂ. അതിന് ഏത് അവസ്ഥയിലാണെങ്കിൽ കൂടി അത് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ മിടുക്കനാണ്. സിനിമയിൽ കാണുന്ന അപ്പാൻ ചേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും ചേട്ടൻ ജീവിതത്തിൽ എങ്ങനെയാണ്? ശരിക്കും ഞാൻ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് എനിക്ക് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും. എന്നാലും അവരൊക്കെ എന്താ പറയാറ്? ഒരു സാധുവാണെന്നാണോ അതേ ഒരു ദേഷ്യക്കാരനാണെന്നാണോ എങ്ങനെ പറയാറ്? പൊതുവെ ദേഷ്യക്കാരനാണെന്ന് ആരും പറയാറില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം അനുഭവിക്കുന്ന അടുത്ത മനുഷ്യനാണ്. ഞാൻ ഭയങ്കരമായിട്ട് ക്ഷമയുള്ള ഒരാൾ തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എത്തില്ല, ഇവിടം വരെയും പോലും ഞാൻ എത്തില്ല. കാര്യം എൻ്റെ എന്താ പറയണ്ട, അത്ര സുഖകരമായിട്ടുള്ള ജീവിതം ആയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമ്മളിപ്പം സിനിമയിലൊക്കെ എത്തി 8 കൊല്ലമൊക്കെ ആയെന്ന് പറഞ്ഞാൽ പോലും അത്ര അങ്ങനെ വലിയ ഒരു സാധാരണ ചെറുപ്പക്കാരൻ്റെ ഇപ്പോഴത്തെ ഒരു ചെറുപ്പക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന സുഖകരമായ ജീവിതമൊന്നും ആയിരുന്നില്ല. വളരെ കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിച്ച് വന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി കിടന്ന് നെട്ടോട്ട് ഓടുന്നൊരു ചെറുപ്പക്കാരനാണ് ഞാൻ. ഇപ്പോഴും എൻ്റെ കുടുംബം നന്നായിട്ട് കൊണ്ടുപോവുക, എൻ്റെ ഫാമിലി എല്ലാവരും സേഫായിട്ട് നോക്കുക, ജീവിതം നല്ല രീതിക്ക് മെച്ചപ്പെടുത്തി നോക്കുക. കാര്യം എനിക്ക് എൻ്റെ പുറകിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനോ എന്നെ സഹായിക്കാനോ ആരുമില്ല. ഒരാവശ്യം വന്നു കഴിഞ്ഞാലും എനിക്കൊരു കുറച്ച് തന്നിട്ട് സഹായിക്കാനോ അങ്ങനെയൊന്നും ആരും ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ്, വേറെ അങ്ങനെ ആരും എൻ്റെ ജീവിതത്തിലില്ല. കാരണം ഇവർക്കെല്ലാവർക്കും ഞാനേ ഉള്ളൂ. മനസ്സിലായി? എൻ്റെ അച്ഛനാണെങ്കിലും എൻ്റെ അമ്മയ്ക്കാണെങ്കിലും എൻ്റെ പെങ്ങൾക്കാണെങ്കിലും എൻ്റെ ഭാര്യയ്ക്കാണെങ്കിലും എല്ലാവർക്കും ഞാനേ ഉള്ളൂ. അപ്പം അങ്ങനെ നിന്ന് നോക്കുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അന്വേഷിച്ചാൽ ഞാൻ ഭയങ്കര ക്ഷമയുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് ഒരുപാട് തരം സ്ഥലത്ത് നിന്ന് ഈ സിനിമയിൽ വരുന്നതിന് മുമ്പും സിനിമയ്ക്ക് ശേഷമൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് തലകുനിച്ച് നിൽക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെയൊന്നും തോറ്റു കൊടുക്കാതെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്കിവിടെ നിന്നേ പറ്റും. ഞാൻ നിൽക്കുന്ന മേഖലയിൽ ഞാൻ എനിക്ക് നല്ല രീതിക്ക് നിന്നേ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ക്ഷമയുള്ളൊരു മനുഷ്യനാണെന്നാണ് ഞാൻ സ്വയം വിശ്വസിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും, എൻ്റെ ഈ പ്രായത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള ഞാൻ അനുഭവിച്ച എൻ്റെ അനുഭവങ്ങളെല്ലാം ഇപ്പോഴും ഭയങ്കര വലിയതാണ്. വളരെ വലിയ അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം ആ അനുഭവത്തിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം ഞാനൊരു കുഴപ്പക്കാരനാണെന്ന് ഇത്ര സമയം സംസാരിച്ചിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. സിനിമയിലെ കഥാപാത്രങ്ങൾ ഒരു പക്ഷേ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളായിരിക്കും, അത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. പക്ഷെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെയല്ല.
എല്ലാം അനുഭവിച്ച് എല്ലാം നമുക്കെല്ലാം മനസ്സിലാക്കി എല്ലാം തിരിച്ചറിവോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്, തിരിച്ചറിവെന്നൊരു സാധനം ഉണ്ട്. നമ്മൾ സിനിമയിൽ വന്ന സമയത്ത് എനിക്ക് ഒത്തിരി സിനിമകൾ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. പിന്നെ ആ സിനിമയുടെ എണ്ണം കുറഞ്ഞു. അതെന്തുകൊണ്ടായിരിക്കും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരുടെയും ഒരു നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയൊക്കെ ഇഷ്ടം കൊണ്ടോ ആരുടെയൊക്കെ താല്പര്യം കൊണ്ടൊന്നും അല്ലാതെ, അത് നമ്മുടെ മാത്രമുള്ള ഒരു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ മിസ്റ്റേക്കുകൾ കൊണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാൻ. എൻ്റെ അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ, പിന്നെ 2 കൊല്ലം കോവിഡ് കൊണ്ടുപോയി, നമ്മുടെ അവസരങ്ങൾ അതിലൂടെ കുറേ നഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാ വർഷവും എൻ്റെ സിനിമ തിയേറ്ററിലുണ്ട്. ഒരു വർഷം പോലും കഴിഞ്ഞ 8 കൊല്ലത്തിനുള്ളിൽ ഒരു വർഷം പോയി ആ കോവിഡ് സമയത്തൊന്നും അല്ലാതെ ഒരു വർഷം കൂടി പോലും എന്നെ ആരും സ്ക്രീനിൽ കാണാതിരിക്കുന്നില്ല. 1 or 2 സിനിമകൾ എല്ലാ വർഷവും തിയേറ്ററിൽ ഉണ്ടാവും. അഭിനയിച്ച് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്, കല കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പം ഞാൻ പഠിച്ചത് കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ക്ഷമ തന്നെയാണ്. എപ്പോഴും ഒരു കലാകാരന് ഏറ്റവും കൂടുതൽ വേണ്ട ക്ഷമയാണ്. അവനെ തേടി വരുമ്പോൾ അത് വലിയ അവനെന്താണോ തേടിയ അവസരം എപ്പോഴാണോ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആരെയും കുറച്ച് കാണരുത്, എപ്പോഴാണ് അവരുടെ ജീവിതം മാറുന്നതെന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ അങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും, ഒറ്റയടിക്കുന്നത് താഴെയും വരും. ആ താഴെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം മതി മേളിലോട്ട് കയറി പോവാനും. ഞാൻ മേളിലോട്ട് കയറി പോകാൻ ഉദ്ദേശിച്ചത് എല്ലാ അർത്ഥത്തിലും അവൻ്റെ ജീവിതത്തിൽ എല്ലാ സന്തോഷത്തിലും എത്താൻ പറ്റും. അപ്പം അതുകൊണ്ട് അഹങ്കരിക്കാതിരിക്കുക, പിന്നെ ഈ പറഞ്ഞ പോലെ വന്ന വഴികൾ മറക്കാതിരിക്കുക, അതൊക്കെ തന്നെയാണ്. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് എൻ്റെ ജീവിതം വളരെ സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. പിന്നെ തെറ്റിദ്ധാരണകൾ വരാം, തെറ്റിദ്ധാരണകൾ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുമുണ്ട്. അവരെന്തു പറയും, അവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ള ചിന്തയിൽ ജീവിച്ച് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അത് നമ്മളോട് തന്നെ ചെയ്യുന്നൊരു വലിയൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എങ്ങനെയാവണം എന്നുള്ളത് എൻ്റെ തീരുമാനത്തിൽ ഞാൻ വളരെ പെർഫെക്റ്റായിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അഭിനയ ജീവിതത്തിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു കോട്ടവും പറ്റിയിട്ടില്ല. എൻ്റെ ഓരോ സിനിമകളും എനിക്ക് ഓരോ മെറ്റീരിയൽസാണ്, ഓരോ സിനിമയിൽ നിന്ന് ഓരോന്നും പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം തന്നെ ലാസ്റ്റ് ഇറങ്ങാൻ പോകുന്ന സിനിമ അനന്തൻകാട് എൻ്റെ കരിയറിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് പടമാണ്. ഏറ്റവും ബിഗ് ബഡ്ജറ്റ്, എൻ്റെ കഴിഞ്ഞ 8 കൊല്ലത്തെ കരിയറിൽ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് അനന്തൻകാട്. അനന്തൻകാടിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആ സിനിമ തിയേറ്ററിലെത്തുമ്പോൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും ആ കഥാപാത്രം. അതൊരു പക്ഷെ ജനങ്ങളുടെ ഇടയിലേക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇറങ്ങിപ്പോകും എന്നുണ്ട്. പിന്നെ ഈ അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടായിരിക്കില്ല. നഷ്ടപ്പെട്ടു എന്നുള്ള വാക്കല്ല, കുറഞ്ഞു. അത് നമ്മൾ മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളുടെ ഒരു കാറ്റഗറി വെച്ചിട്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും, ഇഷ്ടപ്പെട്ടവരും ഉണ്ടാവും. അവരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല നല്ല സിനിമകളും അല്ലെങ്കിൽ നല്ല നല്ല കഥാപാത്രങ്ങളും ചെയ്യുമ്പോഴാണ് നമുക്ക് അവസരങ്ങൾ കൂടുതൽ വരുന്നത്. ശരിയല്ലേ? ഈ ഇന്റർവ്യൂ നല്ല രീതിക്ക് വിജയിച്ചാലല്ലേ ചാനൽ റീച്ച് കിട്ടുള്ളൂ, എന്നാലല്ലേ അടുത്ത ഇന്റർവ്യൂ ആളെ വിളിക്കുമ്പോൾ വരുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്, അല്ലാതെ ഒന്നുമല്ല.